സാറേ എന്താണ്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താണ്? ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം. ശ്രീനാദേവിക്കെതിരെ പോലീസിൽ പരാതി. അതെന്തിനാ? അതിജീവിതൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തതിനാണ് ആ പരാതി. അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സമുണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. അവർക്കെതിരെ വലിയ അടിസ്ഥാനമൊന്നുമില്ലാത്ത പരാതി കൊടുത്ത് അവരെ കുടുക്കാനും അവരെ വേട്ടയാടാനും നോക്കുക. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും എന്റെ വിജയത്തിന് വേണ്ടി. അതിശക്തമായി തിരിച്ചടിച്ച് ശ്രീനാദേവി. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. പരാതിക്കാരിക്കെതിരെ വ്യാജ പരാതിയാണ് കൊടുത്തതെന്ന് പറഞ്ഞ് IPC 211 BNS 248 വെച്ച് ശ്രീനാദേവി ശക്തമായി തിരിച്ചും മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതാ ഉണ്ടായേ. നീ അങ്ങോട്ട് നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ അതിജീവിതയുടെ പോസ്റ്റുകൾ പുറത്തുവിട്ട സുഹൃത്ത് ഫെനി നെന്നാന്റെ പ്രതിരോധം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിയുടെ പിന്നിലുള്ള കള്ളക്കഥ പൊളിയുന്നു. ഞെട്ടിച്ച് ഫെനി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാൻ അവസരമൊരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത ഫെനി നെന്നാൻ അയച്ച വാട്സാപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തരികിടയാണല്ലേ? രണ്ടായിരത്തി 2024 ബലാത്സംഗം ചെയ്ത ആളുമായി 2025 ഒക്ടോബറിൽ 3 മണിക്കൂർ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല എന്ന് ഫെനി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. നോട്ട് ദാറ്റ് പോയിന്റ്. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഫെനി നയനാടോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എന്റെ ഫെനി, എന്താ നിനക്കിത് എന്തിന്റെ കേടാണ്? മനസ്സിലായില്ലല്ലേ? ഇല്ല. നിനക്ക് ഇങ്ങനെ ചെയ്ത കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിന്നെ പൂട്ടാൻ നോക്കും. ആ പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് നിന്നെ വേട്ടയാടാൻ നോക്കും. മുഖ്യമന്ത്രിക്ക് ഇനി ഒരു പരാതി പോവും. മുഖ്യമന്ത്രി പോലീസ് നിന്നെ ഉപദ്രവിക്കും. നിനക്ക് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും. ചിലപ്പം ജയിലിൽ കിടക്കേണ്ടി വരും. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.